ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മളെ വീട്ടിൽ ഉള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി, അതായത് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് വെള്ളത്തിൽ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. ഒന്ന് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ പൊടി നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ചാണ് വെള്ളത്തിൻ്റെ അളവ്. ഞാനിവിടെ 1/2 കപ്പ് പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചില പൊടിയിലേക്ക് വെള്ളം കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/2 കപ്പ് എന്നുള്ളത് ചിലപ്പോൾ 1/4 കപ്പാവും, അല്ലെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1/2 കപ്പ് പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കൂടി പോവില്ല കേട്ടോ. വെള്ളം കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ആദ്യം ആ ഒരു അളവിലെടുത്താൽ മതി. പിന്നെ ഡ്രൈ ആയിട്ട് വരികയാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള പൊടി ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ഉരുളക്കിഴങ്ങും നമ്മളിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പൊടിയിലേക്കുള്ള ഉപ്പ് മാത്രമേ അത് വാട്ടിയ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മളിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തത് ഇതുപോലൊരു മാവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം കൂടി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒട്ടുന്ന പരുവത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി വെള്ളം കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. കുഴക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിതാ ഇതിൽ നിന്ന് ചെറിയ ഓരോ പോർഷൻ എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. കയ്യിൽ വേണമെങ്കിൽ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഷേപ്പാക്കി എടുത്താൽ മതി. കുറേശ്ശെ മാവ് എടുത്തിട്ട് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അതാണ് ഒന്നും കൂടി എളുപ്പം. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയുള്ള മാവെല്ലാം ഷേപ്പാക്കി എടുത്തിട്ട് ഈ ഒരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ അതാ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണ ഇതാ ഇവിടെ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലേ ഉള്ളൂ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് കുക്കായി വരികയും പിന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഇതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം പൊരിച്ചെടുക്കാൻ. അപ്പോൾ അതാ ഇപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉൾവശമൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം. കണ്ടോ, എല്ലാതും ഇപ്പോൾ എണ്ണയുടെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഇനി വെക്കുമ്പോൾ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതാ ഇത് നല്ലവണ്ണം ഇപ്പോൾ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അറിയാം ഇത് ക്രിസ്പി ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുമല്ലോ ക്രിസ്പി ആയിട്ട് വരുമ്പോൾ. ഇനി നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ മുഴുവൻ പൊട്ടാറ്റോ ബൈറ്റ്സും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണിത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്